ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ ഇൻവെൻട്രീസ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻവെൻട്രീസ് എന്നാണ്. ഓക്കെ, നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഇൻവെൻട്രീസ് എന്നുള്ളതാണ്. ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റാണ്. എന്തിൻ്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്പ് ഫോർ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് വിൽക്കാൻ വേണ്ടി ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്, കറണ്ട് അസറ്റിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുക. കൂടാതെ അത് പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻവെൻട്രി എന്ന് പറയും. അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഇൻ റെൻഡറിങ് സർവീസസ്. സർവീസ് റെൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയും. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ സെയിലിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന കറണ്ട് അസറ്റ്സ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതായത് സെയിൽ നടത്താൻ വേണ്ടി ഉള്ള പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുക. ഓക്കെ, ഇൻവെൻട്രീസ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ൽ പറയുന്നത്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു വാല്യൂ ദ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ, വിച്ച് എവർ ഈസ് ലോവർ, അതിലാണ് ഇൻവെൻട്രി വാല്യൂ എന്ന്. എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ആദ്യം കോസ്റ്റ് പ്രൈസിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ നെറ്റ് റിയലൈസബിൾ വാല്യൂയിലോ ആണ്. അതിൽ ഏതാണോ ലോവർ വാല്യൂ അതാണ് നമ്മളുടെ ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് ആണ് ലോ എങ്കിൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഇൻവെൻട്രിയുടെ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കോസ്റ്റിനേക്കാൾ കുറവെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആയിരിക്കും ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി, എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് നമ്മൾക്ക് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് അതർ കോസ്റ്റ്. അതായത് ഒരു മെറ്റീരിയലിനെ സെയിലബിൾ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന ചിലവുകളെയാണ് എന്ത് പറയുക? കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയാം. അപ്പോൾ ഫിനിഷ് ഗുഡാണ് നമ്മൾ വിൽക്കുന്നത്. നമ്മൾ ഫിനിഷ് ഗുഡ് പർച്ചേസ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ആ ഫിനിഷ് ഗുഡിൻ്റെ പർച്ചേസ് പ്രൈസിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, ഇനി റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഫിനിഷ് ഗുഡ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൺവേർഷൻ കോസ്റ്റും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ഇൻവെൻട്രീസിന് റിലേറ്റഡ് ആയിട്ടുള്ള അതർ എക്സ്പെൻസ്, അതർ കോസ്റ്റുകളെല്ലാം കൂടി ചേരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് ഈക്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ്. ഈ 3 കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ് ആക്കി നമ്മൾ വിൽക്കുമ്പോൾ വരുന്ന ആ ചിലവിനെയാണ് എന്ത് പറയുക? കോസ്റ്റ് ഓഫ് കൺവേർഷൻ. ബാക്കി അതർ കോസ്റ്റ്. ഇതിൻ്റെ 3 കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിൽ ഈ 3 കമ്പോണൻസും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, ഇനി എക്സ്ക്ലൂഷൻ. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഇൻക്ലൂഡ് ആവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ കോസ്റ്റുകളാണ്. അതായത് വേസ്റ്റേജ് വരിക, പ്രൊഡക്ഷൻ ഇൻഎഫിഷ്യൻസീസ് അല്ലെങ്കിൽ ലേബർ ഇൻഎഫിഷ്യൻസീസ് കൊണ്ടുവരുന്ന അബ്നോർമൽ കോസ്റ്റുകൾ, അതെല്ലാം കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി അല്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ഉണ്ടെങ്കിൽ അതും കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതായത് കമ്മീഷൻ ടു ഏജൻറ്റ്സ്, കമ്മീഷൻ ടു സെല്ലിംഗ് ഏജൻറ്റ്സ്, അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സ്റ്റോറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യമാണെങ്കിൽ അതിനെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിന് 3 കമ്പോണൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്താണെന്നുള്ള. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് പ്ലസ് ടാക്സസ് നോൺ റീഫണ്ടബിൾ ടാക്സസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതായത് ക്യാരേജ് ഇൻവേർഡ്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്സ്, ഒക്ട്രോയ്, അതൊക്കെ വരുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതർ കോസ്റ്റ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ. ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന അതർ കോസ്റ്റ്, അതായത് പർച്ചേസ് പ്രൈസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ടാക്സസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലാതെ അത് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും കോസ്റ്റ് ഡയറക്റ്റായിട്ട് അട്രിബ്യൂട്ടബിൾ ആണെങ്കിൽ ആ ഒരു കോസ്റ്റും കൂടി കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ആഡ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്, ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടുന്ന പർച്ചേസ് പ്രൈസ് പ്ലസ് അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. നോൺ റീഫണ്ടബിൾ ടാക്സസ്, GST ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം.
ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല ക്വസ്റ്റനിൽ വരിക, ഫ്രൈറ്റ് ഇൻവേർഡ്, ക്യാരേജ് ഇൻവേർഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. പ്ലസ് അതർ കോസ്റ്റ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ, ആ ഒരു ഐറ്റം അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന അതർ കോസ്റ്റുകളും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടും. ഇനി പർച്ചേസ് പ്രൈസിൽ ഓരോ കമ്പോണൻറ്റ് നോക്കാം. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഗുഡ് പർച്ചേസ്, പർച്ചേസ് ചെയ്ത് കുറിച്ചതിൻ്റെ ആക്ച്വൽ കോസ്റ്റിനാണ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങിച്ചു 19,000 രൂപയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,000 രൂപയാണ്. 1000 രൂപ ടി വി കടയിൽ നിന്ന് നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ആ പർച്ചേസ് പ്രൈസ് 19,000, ആ ട്രാൻസ്പോർട്ട് കോസ്റ്റ് 1000 കൂടി ചേരുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ഗുഡ് പർച്ചേസ്. ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്കറിയാം, ഡ്യൂട്ടീസ് അല്ലേ, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഡ്യൂട്ടി, ലെവി ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നോൺ റീഫണ്ടബിൾ ടാക്സസ്, ടാക്സ് റിക്കവർ ചെയ്യാൻ പറ്റില്ലാത്ത ടൈപ്പ് ടാക്സുകളാണെങ്കിൽ GST ഒക്കെ, അപ്പോൾ നോൺ റീഫണ്ടബിൾ ടാക്സസ് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൈറ്റ് ചാർജസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതർ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ സച്ച് ആസ് ഹാൻഡ്ലിംഗ് ചാർജ്, അതൊക്കെ അതർ കോസ്റ്റ് ആയിട്ട് വരും. ഇതിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഏതൊക്കെ, പർച്ചേസ് പ്രൈസ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി പ്ലസ് ടാക്സസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് അതർ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. അത് കൂടാതെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ പർച്ചേസ് പ്രൈസിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ലെസ് ചെയ്യണം. പർച്ചേസ് പ്രൈസിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യണം. എന്തെങ്കിലും റിബേറ്റോ സബ്സിഡിയോ ഉള്ള ഐറ്റമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിബേറ്റും സബ്സിഡിയും കൂടി ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കൺവേർഷനാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആൻഡ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ്സ് ആക്കാൻ വേണ്ടി വരുന്ന ചിലവുകൾ. ഓക്കെ, അപ്പോൾ ഫിനിഷ് ഗുഡ്സ് ആയി റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ബിസിനസ് എന്ത് ചെയ്യാൻ പോകുന്നത്, അത് സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുക. കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആദ്യത്തെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേജസ് ആൻഡ് സാലറീസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, അതെല്ലാം എവിടെ വരും, ഡയറക്റ്റ് കോസ്റ്റിൽ വരും. ഓക്കെ, ഇനി ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, സാലറി ടു സൂപ്പർവൈസറി സ്റ്റാഫ്, ഫാക്ടറി എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, റെൻറ്റ്, അതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ പീരീഡിലും സെയിം എമൗണ്ട് ആയിരിക്കും. അതിനെയാണ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ഓവർ ഹെഡുകളാട്ടോ. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഒപ്പം ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. കൂടാതെ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്തായിരിക്കും കോസ്റ്റ് വരിക. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, വോളിയത്തിനെ ബേസ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവർ, ഇലക്ട്രിസിറ്റി ചാർജ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഇലക്ട്രിസിറ്റി ചാർജ് വേരി ചെയ്യുന്നത് അല്ലേ. പിന്നെ ഫ്യൂവൽ ചാർജ്, ഡീസൽ, പെട്രോൾ, അതൊക്കെ, അതും കോൾ, അതെല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പ്ലസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കൺവേർഷൻ കിട്ടും. അപ്പോൾ നമ്മൾക്ക് 3 കമ്പോണൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ 3 കമ്പോണൻസ് ആണ്. ഒന്ന് കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് ഓഫ് കൺവേർഷൻ പറഞ്ഞു. ഇതിൽ രണ്ടിലും പെടാത്ത കാര്യങ്ങൾ, പക്ഷേ പ്രൊഡക്ഷന് ഡയറക്റ്റായിട്ട് ആട്രിബ്യൂട്ട് ആവുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തിൽ പെടുത്തുക, അതർ കോസ്റ്റിൽ പെടുത്തുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ പ്ലസ് അതർ കോസ്റ്റ്. ഇതാണ് ഇൻഡേഴ്സിൻ്റെ തിയറി പാർട്ട്. നമ്മൾക്ക് ഇനി ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.